ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനോടാണ് കെ.എസ്.ആർ.ടി.സി. പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുമ്പോൾ അത് ഓടിച്ചു നോക്കുന്ന പതിവ് അങ്ങേക്കുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മന്ത്രിക്ക് കുട്ടിക്കാലം മുതലുള്ള വാഹനപ്രേമവും സുപരിചിതമാണ് എല്ലാവർക്കും. വാഹനങ്ങൾ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഗതാഗത വകുപ്പ് മന്ത്രിയായാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികം. വണ്ടികളുടെ കാര്യങ്ങൾ നന്നായി അറിയുന്ന ആൾ വാഹനങ്ങളെ നന്നായി ശ്രദ്ധിക്കുകയും കാര്യങ്ങൾ കൃത്യതയോടെ കൊണ്ടുപോകുകയും ചെയ്യും. അതും നല്ല കാര്യം. എന്നാൽ മന്ത്രിയോടൊന്ന് ചോദിക്കാനുണ്ട്. കെ.എസ്.ആർ.ടി.സിയുടെ പുതിയ സൂപ്പർഫാസ്റ്റ് ബസ്സുകളും സ്വിഫ്റ്റ് ബസ്സുകളും നിരത്തിലിറങ്ങുന്നതിന് മുൻപ് ഓടിച്ചു നോക്കുന്ന മന്ത്രി പിന്നീട് എപ്പോഴെങ്കിലും ആ വണ്ടികളിൽ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടോ? ഓടിക്കാനല്ലാതെ ഒരു ലോങ് ട്രിപ്പിൽ അതിൽ പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എപ്പോഴും വേണമെന്ന് പറയില്ല. വളരെ തിരക്കുള്ള മന്ത്രിയാണ്. ഗതാഗത വകുപ്പിന് വേണ്ടി പല കാര്യങ്ങൾ കൊണ്ടും തിരക്കിലായിരിക്കും. എന്നാലും വല്ലപ്പോഴും ഒന്ന് പുതുതായി ഇറക്കിയ വണ്ടികൾ ഓടിച്ചു നോക്കുകയോ അതിലൊന്ന് യാത്ര ചെയ്യുന്നതോ നന്നായിരിക്കും. വാഹനങ്ങളുടെ കണ്ടീഷൻ മനസ്സിലാക്കാൻ അത് സഹായിക്കും. സർക്കാരിന്റെ വണ്ടിയാണ്, അത് തോന്നിയതുപോലെ ഓടിക്കാമെന്ന് ചിന്തിക്കുന്ന ഡ്രൈവർമാരുണ്ടെങ്കിൽ ആ ചിന്ത മാറാൻ ഇത്തരം പരിശോധനകൾ സഹായിക്കും. കെ.എസ്.ആർ.ടി.സി. സൂപ്പർഫാസ്റ്റ് AC ബസ്സുകളിൽ സൗജന്യ വൈഫൈ, സൗജന്യ സ്നാക്സും വെള്ളവും, മൊബൈൽ ചാർജ് ചെയ്യാൻ സൗകര്യം, ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ കേട്ടിരുന്നു. എന്നാൽ സൗജന്യ വൈഫൈ കണക്ഷൻ ഇതുവരെ ശരിയായിട്ടില്ലെന്നാണ് കണ്ടക്ടർ പറഞ്ഞത്. പിന്നെ വെള്ളത്തിന്റെയും സ്നാക്സിന്റെയും കാര്യം പറയണോ? ഇതൊന്നുമില്ലാതെ കെ.എസ്.ആർ.ടി.സി. ബസ്സിൽ യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിയിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് എന്തിനാണ് വാഗ്ദാനം കൊടുത്ത് വഞ്ചിക്കുന്നത്? വൈഫൈ കൊടുക്കുമെന്ന് കാണിച്ച് ആകർഷിക്കേണ്ട കാര്യമുണ്ടോ? ദൂരയാത്രയ്ക്ക് ജനങ്ങൾ സ്വകാര്യ ബസ് സർവീസുകളെ വലിയ രീതിയിൽ ആശ്രയിക്കുന്നു. അതിന് കാരണം സ്വകാര്യ ബസ് സർവീസുകൾ നൽകുന്ന സൗകര്യം തന്നെയാണ്. ടിക്കറ്റിന് കുറച്ച് പണം കൂടുതൽ കൊടുത്താലും സുഖവും സമാധാനവുമുള്ള യാത്ര കിട്ടുന്നത് കൊണ്ടാണ് ദീർഘദൂര യാത്രകൾക്ക് സ്വകാര്യ ബസ്സിനെ ജനങ്ങൾ തേടി പോകുന്നത്. പ്രൈവറ്റ് ബസ്സുകളുടെ ടിക്കറ്റുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് കെ.എസ്.ആർ.ടി.സി. സൂപ്പർഫാസ്റ്റ് AC ബസ്സുകൾ നിരത്തിലിറക്കിയത്. എന്നാൽ ഈ ബസ്സുകൾ റോഡിലിറക്കിയ സമയത്തെയും ഇപ്പോഴത്തെയും അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പരിശോധിക്കേണ്ടേ? സർക്കാരിന് ലാഭമുണ്ടാക്കാനാണെങ്കിൽ സർക്കാരിന്റെ ബസ്സുകൾ നല്ല രീതിയിൽ നിരത്തിലൂടെ ഓടണം. യാത്രക്കാർക്ക് അസൗകര്യമില്ലാത്ത രീതിയിൽ സുഖകരമായ യാത്ര നൽകണം. റോഡ് നിയമങ്ങൾ പാലിക്കാത്തവരുടെ കാര്യത്തിൽ കടുംപിടുത്തക്കാരനായ മന്ത്രി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ജനങ്ങൾക്ക് ഉപകരിക്കാൻ, സുഖമായി യാത്ര ചെയ്യാൻ, അപകട ഭീതിയില്ലാതെ എത്തേണ്ടടുത്ത് എത്താൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളല്ല ശ്രദ്ധിക്കേണ്ടത്, വകുപ്പ് മന്ത്രിയാണ്. പെറ്റിയടിക്കാനും ലൈസൻസ് റദ്ദാക്കാനും കാണിക്കുന്ന ചൂടൊക്കെ ഈ കാര്യത്തിലൂടെ കാണിച്ചാൽ നന്നായിരിക്കും. കെ.എസ്.ആർ.ടി.സി. ബസ്സുകൾക്ക് പണ്ട് മുതൽ പറയുന്ന പേരാണ് ആനവണ്ടി. ആനവണ്ടി എന്ന് ജനങ്ങൾ കളിയാക്കിയും വിളിക്കാറുണ്ട്. കുറെ കാലമായി നഷ്ടത്തിലായിരുന്ന കെ.എസ്.ആർ.ടി.സി. വകുപ്പാണ് ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം മെച്ചപ്പെട്ടു തുടങ്ങിയത്. ഗണേഷ് കുമാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും പുതിയ പദ്ധതികളും തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ. അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല. മറിച്ച് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, പൊതുഗതാഗതം ഉപയോഗിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്.